ഇന്ന് ശ്രദ്ധേയമായ ചില പ്രതികരണങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ഈ അറസ്റ്റ് ഒരു അസാധാരണ നടപടി എന്നായിരുന്നു പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം പ്രതികരിച്ചത്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് ഇത് ഞങ്ങളെ ഭയപ്പെടുത്താന്ന് വിചാരിച്ചിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ വീട്ടിലേക്ക് ഇരച്ചു കയറി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാരൊക്കെ പേടിച്ച് വീടിനകത്തേക്ക് കയറുമല്ലോ, അത് പേടിച്ചിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, 1/4 നൂറ്റാണ്ട് മുമ്പ് ജീവിക്കേണ്ടിയിരുന്ന ആളുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ഉപജാപക സംഘം ഈ വൃത്തികേടുകൾ മുഴുവൻ കാണിക്കുന്നത്. ഇതിനെതിരായി ജനാധിപത്യ കേരളം അതിശക്തിയായി പ്രതികരിക്കും. ഞങ്ങളുടേതായ പ്രതികരണം ഉണ്ടാവുകയും ചെയ്യും. കാത്തിരുന്ന് കാണാം. കേരളത്തിൽ നടക്കുന്ന പോലീസ് രാജിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞിട്ട് അതിരാവിലെ അറസ്റ്റ് ചെയ്ത സംഭവം. രാഹുൽ സത്യത്തില് ആശുപത്രി വിട്ട് 2-3 ദിവസമേ ആയുള്ളൂ അസുഖബാധിതനായിട്ട്. എന്ത് കുറ്റത്തിന്റെ പേരിലാണ് ഒരു ഭീകരവാദിയെ പിടിച്ചുകൊണ്ടുപോകുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ പിണറായി ഉത്തരവിടുന്നത്? പിണറായിയുടെ ഉത്തരവ് കേട്ടാൽ ഉടനെ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസ് സേമാന്മാരോട് ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളം ഒരുപാട് ഇത്തരം പോലീസ് നരനായാട്ടുകൾ കണ്ടതാണ്. എളുപ്പകാലത്ത് അമ്മയെയും സഹോദരിയെയും വീട്ടുകാരെയും ഒക്കെ പേടിപ്പിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മുറിയുടെ മുമ്പിൽ കാവൽ ഏർപ്പെടുത്തി ഒക്കെ ഒരു ക്രിമിനൽ പുള്ളിയെ പോലെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവരേണ്ട സാഹചര്യമൊന്നുമില്ല. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ചികിത്സിച്ചില്ലെങ്കിൽ ജനങ്ങൾക്കാണ് അതിന്റെ ദോഷം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു കാരണവശാലും ഈ കേസിൽ മുൻകൂർ ജാമ്യത്തിന് പോവില്ല. അദ്ദേഹത്തിന് ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ പോയതുപോലെ കന്റോൺമെന്റ് ഹൌസ് വളഞ്ഞ് PD സതീശനെ അറസ്റ്റ് ചെയ്യട്ടെ. ഇത്തരത്തിലുള്ള അറസ്റ്റും അതുപോലുള്ള മർദ്ദനങ്ങളും കൊണ്ട് ഈ സർക്കാരിനെതിരായി കോൺഗ്രസോ ഒക്കെ നടത്തുന്ന പ്രക്ഷോഭങ്ങളിൽ ഞങ്ങളുടെ നേതാക്കളെയും പ്രവർത്തകരെയും അവരുടെ മനോവീര്യം തകർക്കാമെന്നാണ് പിണറായി വിജയൻ വിചാരിക്കുന്നതെങ്കിൽ അതെല്ലാവരും അവരുടെ വാസ്തവത്തിൽ അവരുടെ മൗഢ്യം മാത്രമാണ്.